ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ പുതിയ കാറുകളുടെ ഇൻറ്റീരിയറിലുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ്, അതിനകത്ത് വേണ്ടതും വേണമെന്നുള്ള കാര്യങ്ങളും കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കിയയുടെ IMT എന്ന് പറയുന്നത് ക്രിയ സോണറ്റാണ്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഉടനെ ആ ഗ്ലാസ് ഇങ്ങനെ നമ്മുടെ റിയർ വ്യൂ മിറർ അങ്ങോട്ടാവുന്നത് നല്ലതാണ്, വെൽക്കം ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിങ്ങനെ ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറുകയാണ്. വണ്ടിക്കകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഇങ്ങനെ അതിൻ്റെ അകത്ത് നമുക്ക് റിമോട്ട് സ്റ്റാർട്ടാണ്. അത് നമുക്ക് പറയാം. കീ സ്റ്റാർട്ടർ അകത്ത് കയറി പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. താക്കോലിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര മെനക്കെട്ട പണിയാണ്. ഇപ്പോൾ അതെല്ലാം പോയി പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് നല്ലത്, ഈസിയാണ്, അതൊക്കെ നല്ല ഫങ്ഷൻസ് തന്നെയാണ്. അപ്പോൾ എന്താ കൺസോൾ ഓണാകുമ്പോൾ ടയർ പ്രഷർ മോണിറ്ററിങ് തുടങ്ങിയിട്ടില്ല. ടയർ പ്രഷർ കാണിച്ച് പിന്നെ അടുത്ത് നോക്കുമ്പോൾ മൈലേജ് 7.8 കാണിക്കുന്നുള്ളൂ. 5.5 കിലോമീറ്റർ ഓടിയതുകൊണ്ടാണ് സിറ്റിക്കകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിനി പറയാം. അപ്പം സൗത്ത് ടയർ പ്രഷർ ഇതുവരെ കാണിച്ചു തുടങ്ങിയില്ല. പിന്നെ ഇതിന് വലിയ നമ്മുടെ ബോർഡാണ്, അത് ഇതാണ്. അതുപോലെ ലൈറ്റകത്ത് അതൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ടയറിൻ്റെ ഇത് നമ്മുടെ റിഫ്ലക്റ്റിംഗ്, മറ്റേ ബാക്കിലെ റിഫ്ലക്ഷൻ ഇത് തടയും, ലൈറ്റിൻ്റെയൊക്കെ ഗ്ലാസ് റിഫ്ലക്ഷൻ തടയും. അതുപോലെ തന്നെ നമ്മൾ വോയിസ് കമാൻഡ് വെച്ചിട്ട് നമ്മുടെ റൂഫ് ടോപ്പ് ഓപ്പൺ ആവും, അതുപോലെ ഗ്ലാസ് ഓപ്പൺ ആവും. അതൊക്കെ ഇപ്പം കാണിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറയാം. കണ്ടോ, ഇപ്പം നമ്മൾ വോയിസ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ അത്, പക്ഷേ സൗണ്ടൊക്കെ ഉള്ളിടത്ത് അത്ര പ്രാക്ടിക്കബിൾ അല്ല, എന്നാലും നമുക്ക് നോക്കാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസോളിൻ്റെ കാര്യങ്ങൾ. നമ്മൾ ക്രൂയിസ് കൺട്രോൾ അങ്ങനത്തെയൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ എന്തുമാത്രം പ്രയോജനം ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയണം. അതുപോലെ തന്നെ നമ്മൾ കമാൻഡ് കൊടുക്കാനായിട്ട് പിന്നെ ബാക്കി തിരിച്ച് ആ തന്നെത്താൻ ബാക്കി പകുതിയാണ് നമ്മൾ പിടിച്ചടച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത ഡീറ്റെയിലോട്ട് ഞാൻ പറയാം. അപ്പോൾ അതൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ അതിൻ്റെ പ്രത്യേകതകൾ. അപ്പം പിന്നെ അതിൻ്റെ കംഫർട്ടും എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറ്റിയിട്ടുണ്ടോ, അതിൻ്റെ പവർ ടെറൈനും അതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പറയാം. അപ്പം ഇങ്ങനെ ഓരോ ഈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പം ഇതിന് ശേഷം ഡീറ്റെയിൽസും ഇപ്പം നമ്മൾ വിൻഡോ ഓട്ടോമാറ്റിക്കായിട്ട് ആ സൈഡിൽ ഗ്ലാസ് തുറക്കും, നമ്മളത് കമാൻഡ് കൊടുത്തപ്പോഴാണ്. അപ്പോൾ അത് തിരിച്ചതുപോലെ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ തിരിച്ചതേപോലെ അടയ്ക്കും. അത് നമ്മളൊരു സ്റ്റൈലിൽ പറയണം, അതിന് മനസ്സിലാവോടെ വേണം. അതാണ്, അത് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പം മലയാളത്തിൽ പറഞ്ഞാലും അത് കേൾക്കണമെന്നുള്ള രീതിയിൽ ഭാഷ കൺവേർട്ട് ചെയ്തൊക്കെ ആക്കണം, അതൊക്കെ അവർ ചെയ്യുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഇലക്ട്രോണിക് ആക്കണം, അതൊക്കെ നമുക്ക് സംസാരിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാം. അപ്പോൾ അങ്ങനെ കാറുകളുടെ രസമുള്ള കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാതെയുള്ള കാര്യങ്ങൾ, ഇവർ പൈസ ഇതിനകത്ത് നമുക്ക് കൂടുതൽ ആവശ്യമില്ലാതെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നതും നമുക്ക് നല്ല പ്രയോജനകരമായ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുണ്ട്. പിന്നെ ഈ അതുപോലെ നമുക്ക് ഇതിനകത്ത് ക്ലച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. അത് ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ, പക്ഷേ ഗിയറുണ്ട്, അങ്ങനത്തെ മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം, എന്താണ് അതിൻ്റെ പ്രയോജനമെന്നും അതെന്തിനാണ് അത് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം, ഓട്ടോമാറ്റിക്കായിട്ടുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്കിപ്പം സംസാരിക്കാം. അപ്പം ഇതതിൻ്റെ ഉള്ളിലുള്ള കോക്ക്പിറ്റ് എന്ന് പറയാൻ പറ്റുന്ന കാറിൻ്റെ കോക്ക്പിറ്റാണ്. അതുപോലെ തന്നെ ബാക്കിൽ ഇപ്പോൾ ഇവർ ഇൻബിൽറ്റായിട്ട് സൺലൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനം അതിനകത്ത് തന്നെ ഉണ്ട്. അതാണ് ഞാൻ അതിങ്ങനെ കാണിച്ചത്. അത് ഫ്രണ്ടിൽ കൂടെ വെക്കണം ആക്ച്വലി, കാരണം അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഈ അങ്ങനെ ചെയ്തുകൂടാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഭയങ്കര ചൂടുള്ളപ്പോൾ അത് ആവശ്യമാണ്, കൈ കൊള്ളു അല്ലെങ്കിൽ. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്നൊരു പുതിയ വീഡിയോ ഇട്ടിട്ട് സ്വാഗതം. ഇത് നമ്മൾ പുതിയ കാറുകളുടെ ഫെസിലിറ്റീസും കാറിൻ്റെ ഉപയോഗങ്ങളും അതിനകത്തുള്ള നമുക്ക് വേണ്ടാത്തതും വളരെ ആവശ്യമുള്ളതായ പുതിയ കാര്യങ്ങളിലോട്ട് നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്നത് ഇപ്പോൾ കിയയുടെ 1000 cc ഉള്ള ടർബോ എഞ്ചിനുള്ള കിയ സോണറ്റ് എന്ന് പറഞ്ഞ മോഡലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലസ് പോയിൻറ്റുകളും ഈ കാറുകളിലേക്ക് ഈ ഫെസിലിറ്റീസ്, നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ കയറ്റി പൈസ വാങ്ങിക്കുന്നത് എല്ലാം ഉണ്ട്, അതെല്ലാം പറയാം. അപ്പം നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ പ്ലസ് പോയിൻറ്റ്, നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പം വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റിൽ തുടങ്ങുമ്പോൾ നമ്മൾ വെൽക്കം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് മറ്റേ ഈ നമ്മുടെ റിയർ വ്യൂ മിററുകൾ രണ്ടും ഇങ്ങനെ തന്നെത്താനായിട്ട് തുറക്കില്ല, ആന ചെവി ഇങ്ങനെ ആട്ടുമാരി തുറന്ന് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ഇതൊരു രസമുള്ള ഫംഗ്ഷനാണ് വെൽക്കം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കോമൺ ആയിട്ട് വണ്ടിയെല്ലാം കുറേ പാർക്ക് ചെയ്യുമ്പം ഒരേ കളർ വണ്ടിയൊക്കെ ഒരുപാട് കാണും. അപ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധ ആകർഷിക്കും, ഇങ്ങനെ നമ്മുടെ വണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും.
പിന്നെ നമുക്ക് അകത്ത് കയറി ഇരിക്കുമ്പം ഓൺ ആവാതെ മുമ്പേ കയറുന്നത് ഇതിങ്ങനെ ആകുന്നത് നല്ലതാണ് സ്റ്റാർട്ടാക്കുന്നതിനെ പോകും. അപ്പം ഇതിനകത്ത് അതുപോലെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ കീ വെച്ചിട്ട് നമുക്ക് വെളിയിൽ നിന്ന് എഞ്ചിൻ ഓണാക്കാം, AC ഓണാക്കാം, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓണാവും. നമ്മൾ AC ഇട്ടായിരിക്കുമല്ലോ അണയ്ക്കുന്നത്. AC അണച്ചിട്ടാൽ ഓണാവില്ല. നമ്മൾ നോർമലി ഇപ്പോൾ എല്ലാ വണ്ടിയിലും നമ്മൾ ഓഫൊന്നും നോക്കില്ല, അങ്ങനെ തന്നെ ഇട്ടേ. അപ്പം നമ്മളിതിങ്ങനെ കയറുന്നതിന് മുമ്പ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് വെച്ചാൽ നമ്മൾ വളരെ ചൂടുള്ളിടത്തെല്ലാം കൊണ്ട് പാർക്ക് ചെയ്യേണ്ടി വരും. പലപ്പോഴും നമ്മുടെ കാലാവസ്ഥയിൽ ഭയങ്കര ഓട്ടം. കല്യാണത്തിനൊക്കെ നമ്മൾ പബ്ലിക്കായിട്ട് കൊണ്ടിട്ട് റോഡിൻ്റെ സൈഡിൽ കൊണ്ടിട്ടതിന് ശേഷം ഭയങ്കര ചൂടായിരിക്കും. തിരിച്ച് കയറുമ്പോൾ നമ്മുടെ സീറ്റും ഇതെല്ലാം ഭയങ്കരമായിട്ട് പ്ലാസ്റ്റിക് ആയിട്ട് തൊടാൻ പോലും ഒക്കെ അതുപോലെ ചൂടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഇത് വളരെ നല്ല ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ കീ ഇതാണ്. അപ്പോൾ ഈ കീയിൽ നമ്മൾ ഈ കാണുന്നതാണ് ക്ലോസ് ബട്ടൺ, അടയ്ക്കാനുള്ള. അപ്പോൾ ഇത് 2 പ്രാവശ്യം നമ്മളിങ്ങനെ ഞെക്കണം. 2 പ്രാവശ്യം ഇങ്ങനെ ഞെക്കിയതിന് ശേഷം അപ്പോൾ അത് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ലൈറ്റ് മീൻസ് നമ്മുടെ ടെയിൽ ലാമ്പുകളെല്ലാം ഇങ്ങനെ ഒന്ന് ബ്ലിങ്ക് ആവും. 2 പ്രാവശ്യം ഇങ്ങനെ സെക്കൻഡ് ഇട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ 3ാമത് കാണുന്ന ബട്ടണിൽ നമ്മൾ ഇങ്ങനെ ഇറുക്കി പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി തന്നെത്താൻ സ്റ്റാർട്ടാവും. അത് വളരെ നല്ലതാണ്. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ വണ്ടി നല്ല തണുക്കും. എന്നിട്ട് അകത്തോട്ട് കയറിയാൽ മതി. പക്ഷേ ഇതിന് തൊട്ട് മുമ്പേ നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് 3 ക്ലിക്ക് കേൾക്കണം, അത്രയും ഇട്ടേക്കണം. സ്റ്റിയറിങ് നല്ല സ്ട്രെയിറ്റായി വെച്ചേക്കണം. വണ്ടി ഇങ്ങനെ കുത്തനെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഈ കണ്ടീഷൻസ് കൂടെ ഉണ്ട്. പക്ഷേ ഇവർ ഈ കണ്ടീഷൻസ് എല്ലാം മാറ്റിയിട്ട് ചുമ്മാ എപ്പോൾ എങ്ങനെ കൊണ്ടിട്ടിരുന്നാലും വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റണം എന്നുള്ള കണ്ടീഷനിലോട്ട് അത് മാറ്റണം. അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടെ ഇതിനകത്ത് വരാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് കാർ കമ്പനിക്കാർക്കൂടെ ഒരു കാര്യങ്ങൾ നമ്മൾ പലതും ഇതുപോലെ ഞാൻ ഇവർക്ക് ഇമെയിലൊക്കെ അയക്കാറുണ്ട്. കുറച്ച് കാലം കഴിയുമ്പോൾ 1-2 വർഷം കഴിയുമ്പം അടുത്ത വരുന്ന വണ്ടിയിൽ അത് കണ്ടിരിക്കും, ഉറപ്പാണ്. അപ്പം നമ്മളിങ്ങനെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും അപ്പോൾ ഇത് നല്ല ഫംഗ്ഷൻ. ചൂടായി വണ്ടി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ തണുക്കും. തണുത്ത് കഴിഞ്ഞാൽ നല്ല സുന്ദരമായിട്ട് കയറി ഇരുന്ന് പോകാൻ പറ്റും. നല്ല ഉഗ്രം ഫംഗ്ഷനാണ്. അപ്പം അതിനകത്ത് കീ ബട്ടൺ നമ്മൾ വെളിയിൽ നിന്ന് തന്നെ 2 പ്രാവശ്യം ഓഫ് ബട്ടൺ, അടയ്ക്കുന്ന ബട്ടൺ 2 പ്രാവശ്യം പ്രസ് ചെയ്യുക, ഒന്ന് വിട്ട് പ്രസ് ചെയ്യുക. ആ 3ാമത്തെ കീ ബട്ടണിൽ ഇറുക്കി പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെത്താനായിട്ട് വണ്ടി സ്റ്റാർട്ടാവും. AC സ്റ്റാർട്ടാവും. AC സ്റ്റാർട്ടാക്കി തന്നെ ഇട്ടേക്കണം. നമ്മൾ AC മീൻസ് നമ്മൾ വരുമ്പോൾ ഓഫ് ചെയ്യാതിട്ടിരുന്നാൽ മതി. തന്നെത്താനായിട്ട് നല്ല പ്രൊവിഷനാണ്. അപ്പോൾ അതുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ കീലെസ് പോലെയല്ല, ഇത് കയറുമ്പോൾ കീ സ്റ്റാർട്ടിങ് ഉണ്ടാകും. വെളിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ ക്ലച്ച് കുറച്ച് വയസ്സ് കഴിഞ്ഞാൽ ചവിട്ടുന്ന ഇത്തിരി പാടാണ്. പക്ഷേ പ്രത്യേകിച്ച് പവർഫുൾ എഞ്ചിൻസ് ആണെങ്കിൽ ഇതിൻ്റെ ഈ 1 ലിറ്റർ ടർബോ ആയതുകൊണ്ട് പുള്ള് കൂടുതൽ. 1 ലിറ്റർ ഉള്ളെങ്കിലും പുള്ളുണ്ട്, നല്ലതുപോലെ ടോർക്കുണ്ട്, നല്ല വലിവുണ്ട്. അപ്പം അത് കയറിയിരിക്കുമ്പോൾ ക്ലച്ചില്ല. പക്ഷേ ഗിയർ മാറ്റി കൊടുക്കണം. ഗിയർ ഇങ്ങനെ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ സ്പീഡ് അനുസരിച്ച്. അപ്പോൾ 10 കഴിയുമ്പോൾ സെക്കൻഡിലോട്ടാക്കാം, 20 ഒക്കെ അടുപ്പിച്ചാൽ തേർഡാക്കാം, 20 കഴിയുമ്പോൾ തേർഡാക്കാം, പിന്നെ 30 കഴിയുമ്പോൾ ഫോർത്ത് ടോപ്പ് ആക്കാം. അങ്ങനെ പിടിച്ചിട്ട് കൊടുക്കണം. കൈ വെച്ച് തന്നെ ഗിയർ ഇടാനൊന്നും ഒരു പാടില്ല, ചുമ്മാ ഈസി ആയിട്ട് പിടിച്ചിടാം. പക്ഷേ നമ്മൾ സിറ്റിക്ക് അകത്തൊക്കെ ഓടിക്കുമ്പം ഈ ഓട്ടോമാറ്റിക്കിൻ്റെ അത്ര സുഖം കിട്ടില്ല. ഓട്ടോമാറ്റിക്കിൽ മൈലേജ് കുറവാണ്. കാരണം എപ്പോഴും അത് നമ്മൾ ക്ലച്ച് ചവിട്ടി താക്കുന്ന പോലെ ചെയ്യാതെ കറക്റ്റ് സമയത്ത് ചെയ്യുന്നതുകൊണ്ട് മൈലേജ്. പക്ഷേ ഈ പെട്ടെന്നുള്ള ടോർക്ക് അതിനാണ് നല്ലത്. നമുക്ക് വളരെ സിറ്റിക്കകത്ത് ഫുൾ ഓട്ടോമാറ്റിക്കാണ് നല്ലത്. അതും AMT എന്ന് പറയുന്ന മോഡലിനെക്കാളും CVTയോ DCTയോ ആണ്. ഡ്യുവൽ ക്ലച്ച് എന്ന് പറയുന്ന സാധനവും CVTയോ കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നതൊക്കെയാണ് നല്ലത്. AMTക്ക് ഒരു ലാഗ് ഉണ്ടാവും എപ്പോഴും. ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ പിടിച്ചിട്ട് നമുക്കത് മനസ്സിലാവും അതിൻ്റെ. പക്ഷേ CVT കുറച്ചുകൂടി. DCT ആണെങ്കിൽ ഒട്ടും അറിയില്ല. പക്ഷേ DCT ഒക്കെ വലിയ മോഡലുകളിലേ ഉള്ളൂ. അപ്പം ഓട്ടോമാറ്റിക്കലി AMT ഉണ്ട്, CVT ഉണ്ട്, പല കമ്പനിക്കാർക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളിലോട്ട് തന്നെ പറയാം. കിയ സോണറ്റിൻ്റെ കാര്യത്തിലോട്ട് തന്നെ പറയാം. അപ്പോൾ ഇതിന് ക്ലച്ചില്ല, ഗിയർ സോഫ്റ്റായിട്ട് പിടിച്ചിട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്കൊരു 5 ദിവസമൊക്കെ അതിനൊരു നമുക്കൊരു മറന്നു പോകുമ്പോൾ അതുപോലെ ഗിയർ ഇതിലിട്ടില്ലെങ്കിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ സ്പീഡ് കുറഞ്ഞ് പോകുമ്പോൾ സെക്കൻഡിലാണ് കിടക്കുന്നതെങ്കിൽ ഉടനെ അതിനകത്ത് കീ എന്ന് പറഞ്ഞൊരു ബിപ്പ് സൗണ്ട് അടിക്കും. ആ ബിപ്പ് സൗണ്ട് അടിക്കുമ്പോൾ ഉടനെ നമുക്ക് മനസ്സിലാവും ഇത് മാറ്റി ഇടേണ്ടതാണെന്ന്. അതിൽ ഡോറൊക്കെ കൊടുക്കുന്ന ജാറിങ് സൗണ്ടൊക്കെ ഉണ്ടോ നല്ലതാണ്. ഡോർ അഥവാ ലൂസായിട്ട് കിടക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ട് അടിക്കും. അപ്പോൾ ഗിയർ അനുസരിച്ച് നമ്മൾ അഥവാ നമ്മൾ ടോപ്പിലൊക്കെ 6ൽ കിടക്കുകയാണ്, സ്പീഡ് കുറഞ്ഞ് 30-ന് താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ കീ എന്നടിക്കും. ഉടനെ നമ്മൾ 3rdiലോട്ടോ 5ത്തിലോട്ടോ 4ത്തിലോട്ടോ പിടിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ ആകുമ്പോൾ ഓട്ടോമാറ്റിക്. പക്ഷേ ഓട്ടോമാറ്റിക്കാണ് സിറ്റിക്കകത്ത് കുറച്ചുകൂടെ സുഖം ഓടിക്കാൻ. ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി, വണ്ടി നേരത്തെ പോകും. പിന്നെ അങ്ങനെയാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഈ ഓട്ടോമാറ്റിക് IMT തമ്മിലുള്ള വ്യത്യാസം. IMTക്ക് വിലയും കുറവാണ്. 1-2 ലക്ഷം രൂപ വരെ കുറവുണ്ട്. മറ്റേതിന് 1 ലക്ഷം രൂപ വരെ കൂടുതലുണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ആകുമ്പോൾ. പക്ഷേ സുഖം എന്ന് പറയുന്ന സാധനം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ടർബോ എഞ്ചിന് സാമാന്യം തെറ്റില്ലാത്ത പവറുണ്ട്,
നമുക്ക് പവർ കുറവൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ 1500cc വണ്ടിയുടെ പവറൊന്നും അത്ര തോന്നില്ല, അതിനേക്കാളും കുറവാണ്. പക്ഷേ ഇത് 1000cc ഉള്ളതുകൊണ്ട് ടർബോ കൂടെ ആയതുകൊണ്ട് വലിയ പവറിന് വലിയ കുഴപ്പം തോന്നാറില്ല. കാരണം ഇതൊക്കെ പറയാൻ കാരണം നമ്മുടെ കേരളത്തിനകത്ത് പേഷ്യൻസ് വിളിക്കുന്ന കോൾ കൊണ്ടാണ് ഇൻറ്റർപ്റ്റ് ആയത്. അപ്പം നമുക്ക് ഇത് ഈ പവർ ബേസിസിൽ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ പവർ തീരെ കുറഞ്ഞ വണ്ടി കൊള്ളൂല. കാരണം ഭയങ്കര കയറ്റവും ഇറക്കവും ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്കൊക്കെ മിക്കവാറും അവിടെ പോകേണ്ടി വരും. അപ്പം ഒരുമാതിരി സാമാന്യം പവർ വേണം, അല്ലെങ്കിൽ പറ്റൂല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇലക്ട്രോണിക് ബ്രേക്കിംഗ് ആക്കണം. ഈ കൈ വെച്ച് പിടിച്ചിരുന്നത് പോരാ, അതൊരു എഫിഷ്യൻസി വേണം. നമുക്ക് ഇലക്ട്രോണിക് ബട്ടൺ പോലെ ഇങ്ങനെ ഉള്ളതുണ്ട്. അത് കൂടിയ മോഡലുകളൊക്കെ ഉണ്ട്. എല്ലാ മോഡലുകളിലും ഈ ഇലക്ട്രോണിക് ബട്ടൺ തന്നെ ആക്കണം, അതാണ് എളുപ്പം. അപ്പോൾ നമുക്ക് ഈസിയാണ്. ചിലതിങ്ങനെ സ്വിച്ച് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പാർക്കിംഗ് ആയിക്കോളും. അത് നല്ലതാണ്, ഇലക്ട്രോണിക് പാർക്കിംഗ് നല്ലതാണ്. ഈ ഹാൻഡ് ബ്രേക്കിന് വലിച്ചിടുന്നത് മാറ്റിയിട്ട് അത് തന്നെ ആക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഓരോരോ പുതിയ മോഡലിൻ്റെ ഞാൻ പറയാം. ഇപ്പോൾ ഇതുപോലെ ഇതിൻ്റെ സീറ്റ് ഏറ്റവും ഫ്രണ്ട് അറ്റം വരെ അങ്ങ് നേരും, ഇഷ്ടമുള്ള രീതിയിൽ പൊക്കയും താക്കുകയൊക്കെ ചെയ്യാം. അത് മിക്കവാറും ഇപ്പം എല്ലാത്തിനകത്തും ഉണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് ചെയ്യാൻ കൂളാക്കുകയും ചെയ്യാം സീറ്റ്. അത് നല്ല ഫംഗ്ഷനാണ്. നമുക്ക് ഒരുപാട് നേരം ഇരിക്കുമ്പോൾ ബാക്കിൽ ഇങ്ങനെ തണുപ്പടിച്ച സുഖമാണ്. പക്ഷേ കൂടുതൽ തണുപ്പടിച്ചാൽ ഇങ്ങനെ പിടുത്തം പോലെ വരും. അപ്പോൾ അതില്ലാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ അത് നല്ലൊരു ഫംഗ്ഷനാണ് അതിനകത്തുള്ളത്. പിന്നെ കൺസോളിൽ നോക്കുമ്പോൾ ഈ ക്രൂയിസ് കൺട്രോൾ എങ്ങനെയാണെന്ന് ഇന്നുവരെ എനിക്ക് മനസ്സിലായില്ല. കാരണം ഇവിടെ ക്രൂയിസ് കൺട്രോൾ അത്ര ആപ്ലിക്കബിളും അല്ല. നമുക്ക് ഒരിടത്തും ഒരേ സ്പീഡിൽ ഒരുപാട് നേരമൊന്നും പോകാൻ പറ്റില്ല. എന്തായാലും 2-3 മിനിറ്റ് കഴിയുമ്പോൾ സ്പീഡ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ആ ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ അധികം വളരെ വലിയ ഹൈവേയിലൊക്കെ എക്സ്പ്രസ് ഹൈവേയിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രമേ, അതും എക്സ്പ്രസ് ഹൈവേയിലൊക്കെ നമ്മളൊരു മിനിമം സ്പീഡിൽ കൂടുതലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും വലിയ ഗുണമുള്ള ഫംഗ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതേസമയം കാർ ടയർ പ്രഷർ അകത്ത് എഴുതി കാണിക്കും. അത് നല്ല ഫംഗ്ഷനാണ്. കാരണം നമ്മൾ വണ്ടിയിൽ കയറി വഴിയിൽ വെച്ചാണ് ടയർ കാറ്റ് കുറവെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോഴേ ഇതിനകത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ പ്രഷർ എഴുതി കാണിക്കുള്ളൂ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി ഉടനെ തന്നെ എടുക്കുന്നതിന് മുമ്പ് തന്നെ കാർ പ്രഷർ എഴുതി കാണിക്കുന്ന ഒരു സംവിധാനം വരണം. എന്നാൽ മാത്രമേ അത് കൊള്ളാവൂ. അപ്പോഴേ അത് നല്ല പ്രയോജനം. കാരണം നമ്മൾ കാർ ഷെഡിൽ നിന്ന് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ ഒരു ടയർ പഞ്ചറാണെങ്കിൽ ആലോചിക്കും, പുറത്തോട്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുത്ത് അകത്തിടാനും എല്ലാം ഭയങ്കര പാടാണ്. ആ റിമ്മ് വളയും, അതിനെല്ലാം ഡാമേജൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ ടയറേ ചീത്തയായി പോകും. പക്ഷേ അവിടെ കിടക്കുമ്പോഴേ തന്നെ നമുക്ക് പ്രഷർ മോണിറ്ററൈസ് ചെയ്യാൻ പറ്റിയിട്ട് അതുപോലെ പ്രഷർ ഏതെങ്കിലും കുറവാണെങ്കിൽ ഒരു കിക്ക് സൗണ്ട് കേൾക്കും, പിപ്പ് സൗണ്ട് കേൾക്കും. അത് നല്ലത് തന്നെ. പക്ഷേ വണ്ടി എടുക്കുന്നതിന് മുമ്പ് അത് കാണിക്കണം, അത് നല്ലതാണ്. അത് അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടെ അതിനകത്ത് വരണം. അല്ല ഓടിയിട്ട് കാണിക്കുന്ന ഒരു പ്രൊവിഷൻ പോരാ, അത് കുറച്ചുകൂടെ നല്ലതായിട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമുക്കെല്ലാം പ്രയോജനമുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇതിൻ്റെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വോയിസ് കൺട്രോളുണ്ട്. വോയിസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ വോയിസ് നമ്മൾ ഓപ്പൺ വിൻഡോ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇത് ഓപ്പൺ ആയിട്ട് ഇരിക്കും. അതുപോലെ തന്നെ മേളത്തെ റൂഫിൻ്റെതും നമ്മളിങ്ങനെ ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കും. പക്ഷേ ഇതൊക്കെ എപ്പോഴും ഒരു പ്രാക്ടിക്കലായിട്ട് പേഷ്യൻസ് ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണ് കട്ടാവുന്നത്. അപ്പോൾ ഇതൊരു ഈ പറഞ്ഞതുപോലെ ടയർ ഫംഗ്ഷൻ നമ്മൾ വണ്ടി സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് തന്നെ കാണിക്കണം. അത് നല്ല ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വണ്ടി ഇറക്കാതെ രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഈ നമ്മൾ വിൻഡോയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, റൂഫിൻ്റെ ചിലപ്പോൾ ഈ സൗണ്ട് ഉള്ളിടത്തോ അങ്ങനെ നമ്മളത് പറഞ്ഞാൽ അത് കേൾക്കണമെന്നില്ല, തുറക്കത്തില്ല. അതുപോലെ തന്നെ റൂഫ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചതിൻ്റെ ബാക്കി ഭാഗം കൂടെ നമ്മൾ പിടിച്ചടച്ചു കൊടുക്കണം. ആ മേളിൽ ഗ്ലാസ് വന്ന് ക്ലോസ് ആവും, പക്ഷെ തൊട്ട് താഴത്തത് തന്നെ താഴെയില്ല. ആ പ്രൊവിഷനും വേണം. പിന്നെ അതേപോലെ ഈ ഓപ്പൺ റൂഫിൻ്റെത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒരു ആവശ്യമില്ല, വെറുതെ വല്ലപ്പോഴ നമ്മൾ ടൂർ വല്ലതും പോകുമ്പോഴത്തേക്കും പിള്ളേർ കയറിയെന്ന് ഒരു വീഡിയോ എടുക്കാനൊക്കെ, അല്ലാതെ അതിന് യാതൊരു ഗുണവുമില്ല. അത് അവിടെ ഇരുന്ന് ജാമാവും, ലീക്കാവില്ല. എന്തിനാണ് വെറുതെ ആവശ്യമില്ല. അതിന് 19,000 രൂപ നമ്മുടെ എക്സ്ട്രാ വാങ്ങിക്കും. ഈ സാധനത്തിനൊന്നും ആക്ച്വലി ഇവിടെ നമ്മുടെ സിറ്റുവേഷന് അത് ഗുണമേ ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഫുൾ ടോപ്പ് ഓപ്പൺ ആക്കണമായിരിക്കണം, ബെൻസിൻ്റെയൊക്കെ പോലെ ഓപ്പൺ ആക്കി ഇടണം. അത് പിന്നെ രസമാണ്. പക്ഷെ അതും ഇതുപോലെ പൊടി അടിക്കും, മഴ വന്നാൽ പെട്ടെന്ന് മഴ പെയ്യും, നനയും, സൗണ്ട് എല്ലാം പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മേളത്തെ റൂഫ് ടോപ്പ് അത് ഓപ്പൺ ആക്കണ വലിയ ഗുണമൊന്നുമില്ല. രാത്രിയിലാണെങ്കിൽ പോലും നമുക്കത് ഒരുമാതിരിയാണ് തോന്നുന്നത്. അപ്പം ഫുൾ അടഞ്ഞിരിക്കുന്ന ഇതിന് ആവശ്യമേ ഇല്ല. ഈ പൈസ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചുമ്മാ കൊടുക്കുന്നതാണ്.
അപ്പം അങ്ങനത്തെ ഒരു കാര്യം. ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ലൈറ്റ്സ് നമ്മുടെ എല്ലാ ഫങ്ഷൻ അനുസരിച്ച് ഡോറിൻ്റെ സൈഡിലൊക്കെ ലൈറ്റ് എത്തും. അത് കൊള്ളാം, രസമുണ്ടെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമുക്ക് പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഇരിക്കണമെങ്കിൽ ലൈറ്റ് ഇട്ട് നോക്കണം. അപ്പോൾ അങ്ങനെയാണ്. അതിൽ സ്പെക്സ് വയ്ക്കാനും മേളിൽ, അതിപ്പോൾ മിക്ക കാറിലും ഉണ്ട്, മേളിലൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുത്താൽ തന്നെത്താൻ തുറന്നു വരാൻ അതിനകത്ത് വയ്ക്കുക. അത് നല്ല നല്ല പ്രൊവിഷനാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഗുണമുള്ള പ്രൊവിഷനുമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. ഇപ്പോൾ ഇതിനിപ്പം അതുപോലെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിറ്റിയിലൊക്കെ ഞാൻ നോക്കിയിട്ട് ഏത് വണ്ടി ഇതുപോലത്തെ ഓടിച്ചാലും 6-7 കിലോമീറ്ററൊക്കെ ഉള്ളൂ മൈലേജ് സിറ്റിക്കകത്ത് ഓടിക്കുമ്പം. നമ്മൾ അതിലിപ്പം നല്ലതുപോലെ എഴുതി കാണിക്കും. ഇപ്പം നമ്മൾ അതിൽ കാണുന്നത് കണ്ടാൽ അറിയാം. അതേസമയം ഈ വണ്ടി നമ്മൾ വെളിയിലോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ, അതായത് 6ാമത്തെ ഗിയറിൽ ഇങ്ങനെ കണ്ടിന്യൂസ് പോകി പതുക്കെ നമുക്ക് കൂടി 18-19 വരെ മൈലേജ് വരും. ഇവരെല്ലാം ഭയങ്കര 30-40 കിലോ മൈലേജ് എന്നൊക്കെ പറയുന്നത് ഒന്നും കിട്ടില്ല. ഇത് സിറ്റിക്കകത്ത് ഓടിക്കുമ്പോൾ 7-7.5 റേഞ്ചാണ് കിട്ടുന്നത്, ചിലപ്പോൾ 9. അത് തന്നെയാണ് നമ്മൾ സാധാരണ സിറ്റിക്കകത്താണ് ഇത് കൂടുതൽ ഓടിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് ഇവരുടെ മൈലേജ് എല്ലാം കാണാം. എല്ലാ വണ്ടികളും അങ്ങനെയാണ് കേട്ടോ, ഇത് മാത്രമൊന്നുമില്ല, എല്ലാ വണ്ടിയും ഇങ്ങനെയാണ്. ദൂരം ഓടിക്കുമ്പോൾ 6th ഗിയറിൽ ഓടുമ്പോൾ എനിക്കിപ്പം 19 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നമ്മൾ കംഫർട്ട്നെസ് ഓടുമ്പോൾ മൈലേജിൻ്റെ കാര്യമൊന്നും നമ്മൾ ഭയങ്കരമായിട്ട് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ മൊത്തത്തിൽ ഇതിൻ്റെ സ്പ്രിങ്ങും ഷോക്ക് അബ്സോർവറും ഒക്കെ നല്ലതാണ്, സൈലൻ്റ് ആയിട്ടൊക്കെ തന്നെയാണ് നല്ലതുപോലെ ഓടുന്നത്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ മാറ്റങ്ങളിലൂടെ വരുത്തി കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ ഈ റേഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കൂടിയ ബോഷിൻ്റെ റേഡിയോ ഒക്കെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്, സ്പീക്കറൊക്കെ. ആക്ച്വലി നമ്മൾ വണ്ടിയിൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ഈവൻ ഈ സ്റ്റീരിയോ പോലും ആരും ഓടില്ല, ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ പിള്ളേർ സെറ്റ് വല്ലതും പോകുമ്പോൾ അടിപൊളിക്കുക, അതൊക്കെ കുറച്ച് നോർമലായിട്ടൊക്കെ പോകണം. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോഴും കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ബോറടിച്ചിട്ട് ഇതൊക്കെ അടച്ച് വെച്ചിട്ട് ചുമ്മാ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിച്ചു പോകും. അപ്പം അതുകൊണ്ട് ഭയങ്കര വില കൂടിയ സ്റ്റീരിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അർത്ഥമേ ഇല്ല. പക്ഷെ ചീത്തയായി പോരുത്, നല്ലതായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ നോർമലിൻ്റെ ആവശ്യമുള്ളൂ. ഭയങ്കര വില കൂടിയ വാങ്ങിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ അത് വെച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു പൈസ കൂട്ടുന്നതൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിന് വലിയ പ്രയോജനമൊന്നുമില്ല. ഇതാണ് സംഭവം. നമ്മൾ ആക്ച്വൽ യൂസൊക്കെയാണ് ഈ പറയുന്നത്. പിന്നെ റിയർ വ്യൂ മിറർ നടുക്ക് ഫ്രണ്ടിൽ മേളിലിരിക്കുന്നത് നമുക്ക് ഈ ഗ്ലെയർ കൺട്രോൾ ചെയ്യുന്നത് ആൻറ്റി ഗ്ലെയറാണ്. ഗ്ലെയർ അധികം ബാക്കിൽ നിന്ന് അടിക്കുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലെയർ അതിൽ നിന്ന് വരില്ല. അപ്പോൾ അതിൽ നോക്കാൻ എളുപ്പമാണ്, അത് നല്ലതാണ്. ഈ സാധനം നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ റിയർ വ്യൂ മിററും ഡ്രൈവറുടെ റിയർ വ്യൂ മിററിലും അത് വരണം, എന്നാൽ നല്ലതാണ്. കാരണം അതിലടിക്കുന്ന ലൈറ്റ് ഭയങ്കരമായിട്ട് കണ്ണിലടിക്കും. അത് നമ്മളത് മാറ്റി വെച്ചാലും അത് പിന്നെ ഒരുമാതിരിയാണ്. മാറ്റി കറക്റ്റ് നമ്മുടെ ഫോക്കസ് വെച്ചാലേ പറ്റുള്ളൂ ഓടിക്കുമ്പോൾ. ലെഫ്റ്റ് സൈഡും അങ്ങനെയാണ്. അപ്പോൾ റൈറ്റ് സൈഡിലാണ് കൂടുതൽ ലൈറ്റ് അടിക്കുന്നത്. അപ്പോൾ ആ റൈറ്റ് സൈഡിലെങ്കിലും ഈ ആൻറ്റി ഗ്ലെയർ സിസ്റ്റം അതിനകത്ത് വെക്കണം, അത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ വെക്കുന്ന പൊസിഷൻ, നമ്മൾ സ്ഥിരം കയറുന്ന ആളാണെങ്കിൽ എല്ലാം മെമ്മറി ചെയ്ത് വെക്കുന്ന ഒരു പൊസിഷൻ വലിയ വേറെ കൂടിയ വണ്ടികളിലൊക്കെ ഉണ്ട്. എല്ലാ വണ്ടിയിലും അത് വന്നത് നല്ലതാണ്. നമ്മളെപ്പോഴും അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാതെ തന്നെ അതിനകത്ത് കയറി ഇരിക്കാൻ പറ്റും. അതുപോലെ പലതിൻ്റെ വൈപ്പറിൻ്റെ എഫിഷ്യൻസി ഭയങ്കര കുറവാണ്. ചിലപ്പോൾ ഭയങ്കര ഹെവി മഴയും മിസ്റ്റൊക്കെ എത്ര ഇട്ടാലും ഇത് ക്ലിയർ ആവില്ല. പിന്നെ നമ്മൾ ഹീറ്ററൊക്കെ ഇട്ട് നല്ലതുപോലെ ആക്കി കഴിഞ്ഞാൽ അത് മാറുള്ളൂ. എന്നാൽ പോലും അത് വൈപ്പറിൻ്റെ ഒരു എഫിഷ്യൻസി കൂട്ടാനുള്ള ഒരു സംവിധാനം ഇതിനകത്ത് എന്തായാലും ഇനിയും വരണം. വേറെ എന്തെങ്കിലും രീതിയിൽ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ് ചൂടാക്കി ഇങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംവിധാനം വണ്ടിക്കകത്ത് വരണം, അത് വളരെ നല്ലതാണ്. എന്നാലേ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കൂടുള്ളൂ. ഇപ്പം ഞാൻ രാത്രിയിലൊക്കെ ഒരുപാട് ഓടിക്കുന്ന ആളാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം നിർബന്ധമായിട്ടും കാറിനകത്ത് വരേണ്ടതാണ്. അതുപോലെ ഇപ്പം ഈ വൈപ്പറിനകത്ത് നമ്മൾ വെള്ളമുണ്ട്, അതിൻ്റെ സ്റ്റോറേജ് ടാങ്കിൻ്റെ കപ്പാസിറ്റി കുറവാണ്. അത് കാരണം നമ്മൾ കുറച്ച് പ്രാവശ്യം അടിക്കും പെട്ടെന്ന് തീർന്നു. ചിലപ്പോൾ എപ്പോഴും ആവശ്യം വരും. കാരണം ഈ ഭയങ്കര മഡിയായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പൊടി ഭയങ്കരമായിട്ട് ഗ്ലാസ്സിലടിക്കും. നമുക്കത് പിന്നെയും വൃത്തിയാക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആ സ്റ്റോറേജ് കപ്പാസിറ്റി ഭയങ്കര കുറവാണ്. അത് കുറച്ചുകൂടെ വലുതാക്കിയാൽ വളരെ നല്ലതാണ്. അത് അങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ കുറേ രസമുള്ള പുതിയ വണ്ടികളിലൊക്കെ അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ഉപയോഗമുള്ള കാര്യങ്ങളും ഉപയോഗമില്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അതേപോലെ ഇതിൻ്റെ കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത് ഓപ്പൺ മറ്റേ ബാക്ക് റിയർ വ്യൂവിൻ്റെ ഇത് നമ്മൾ ഓണാക്കി ഇട്ടിരുന്നാൽ
എപ്പോഴും നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ബാക്കിൽ അത് എപ്പോഴും എപ്പോഴും നമുക്ക് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിലോട്ട് ശ്രദ്ധ മാറും, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും ട്രാഫിക് ഉള്ളിടത്തൊക്കെ നമ്മളിട്ടുന്ന ബാക്കിൽ എത്രമാത്രം വണ്ടി ഉണ്ടെന്ന് നോക്കാൻ പറ്റും. അതും ഒരു നല്ല കാര്യമാണ്. അതിലെ കൺസോൾ ഇങ്ങനെ നേരെ ആകുന്നതിന് കുറച്ചുകൂടെ ഇങ്ങോട്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നോക്കാനായിട്ട് അതിനോട്ട് നോക്കാൻ ഒരു എളുപ്പമുണ്ടായിരുന്നു. അതും ഒരു കാര്യം ഉള്ളതാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസ് ഇങ്ങനെ വരുമ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഹാൻഡിൽ ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം കൊണ്ടാണ് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ നല്ലതാണ് വ്യൂ കിട്ടാനായിട്ട്. ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഗ്ലാസ് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ആ കവറിൽ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് രണ്ട് സൈഡിൽ, ഈ സൈഡ് പിന്നെയും പൊട്ടുന്നതായിരിക്കും, ഈ രണ്ട് സൈഡും ഇങ്ങനെ ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള കട്ടിയുള്ള സംഭവമായിരുന്നെങ്കിൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ കാണുന്ന കാഴ്ചയ്ക്ക് അത് കുറച്ചുകൂടെ മറവ് കുറച്ചുകൂടെ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതുപോലത്തെയാണ് ഇതിൻ്റെ അകത്തുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വേറെ സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ രീതിയിലും കൊള്ളാം, വണ്ടി കുഴപ്പമൊന്നുമില്ല. ഈ പുതിയ വണ്ടിയിൽ എല്ലാത്തിനും ഇതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരാം.